ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു തിരിച്ചുവരവിന്റെ കഥയാണ്. ഇതൊരു മനുഷ്യന്റെ കഥയല്ല, മറിച്ച് നമ്മുടെ എല്ലാ വീടുകളിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിരുന്ന ഒരു വലിയ കമ്പനിയുടെ കഥയാണ്. ആ കമ്പനിയുടെ പേരാണ് ഫിലിപ്സ്. നമ്മളിൽ പലരും ഫിലിപ്സ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് എന്തായിരിക്കും? ചിലർക്ക് അത് പണ്ട് വീടുകളിൽ ഉണ്ടായിരുന്ന വലിയ റേഡിയോ ആയിരിക്കും. മറ്റു ചിലർക്ക് അത് മഞ്ഞ വെളിച്ചം തരുന്ന ബൾബുകളായിരിക്കും. 90കളിൽ ടി വി കണ്ടിരുന്നവർക്ക് ഫിലിപ്സ് എന്നത് മികച്ച കളർ ടി വിയുടെ പര്യായമായിരുന്നു. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഫിലിപ്സ് ഇന്ത്യയിലുണ്ട്. എന്നാൽ ഇടക്കാലത്ത് ഈ കമ്പനി എവിടെയോ മറഞ്ഞു പോയതുപോലെ നമുക്ക് തോന്നിയില്ലേ? ടി വി വിപണിയിൽ നിന്ന് അവർ അപ്രത്യക്ഷമായി. പലരും കരുതി ഫിലിപ്സ് എന്ന കമ്പനി തകർന്നു പോയി എന്ന്. എന്നാൽ സത്യം അതല്ലായിരുന്നു. അവർ തകരുകയായിരുന്നില്ല, മറിച്ച് അവർ തങ്ങളെ തന്നെ മാറ്റുകയായിരുന്നു. വമ്പന്മാരായ പല കമ്പനികളും തകർന്നു പോയപ്പോൾ ഫിലിപ്സ് എങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെയാണ് അവർ വലിയൊരു തിരിച്ചുവരവ് നടത്തിയത്? ആ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്സിന്റെ ഇന്ത്യയിലെ ചരിത്രം തുടങ്ങുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ 1930-ലാണ് ഫിലിപ്സ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൊൽക്കത്ത നഗരത്തിലായിരുന്നു അവരുടെ തുടക്കം. അന്ന് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത ബൾബുകൾ വിൽക്കുന്ന ഒരു ചെറിയ സ്ഥാപനമായിരുന്നു അത്. എന്നാൽ ഇന്ത്യയുടെ വളർച്ചയിൽ അവർ വലിയ സാധ്യതകൾ കണ്ടു. 1938-ൽ അവർ ഇന്ത്യയിൽ തന്നെ ബൾബുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി തുടങ്ങി. അതൊരു വലിയ വിപ്ലവമായിരുന്നു. വിദേശത്ത് നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ തന്നെ അത് നിർമ്മിക്കുക എന്നത് അക്കാലത്ത് വലിയ കാര്യമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഫിലിപ്സ് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി മാറി. 1948-ൽ അവർ ഇന്ത്യയിൽ റേഡിയോ നിർമ്മാണം ആരംഭിച്ചു. ആകാശവാണിയിലൂടെ വാർത്തകളും പാട്ടുകളും കേൾക്കാൻ ഇന്ത്യക്കാർ ആശ്രയിച്ചത് ഫിലിപ്സിന്റെ റേഡിയോകളെ ആയിരുന്നു. ഓരോ വീട്ടിലും ഫിലിപ്സ് റേഡിയോ ഒരു അഭിമാനത്തിന്റെ ചിഹ്നമായി മാറി. പിന്നീട് ടെലിവിഷന്റെ കാലം വന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികളുടെ കാലഘട്ടത്തിലും പിന്നീട് അവർ കളർ ടിവികളുടെ കാലഘട്ടത്തിലും ഫിലിപ്സ് രാജാവായി വാണു. മികച്ച ശബ്ദവും നല്ല ചിത്രങ്ങളും ഫിലിപ്സ് ടിവികളുടെ പ്രത്യേകതയായിരുന്നു. ഓഡിയോ കാസറ്റുകൾ വന്നപ്പോൾ ഫിലിപ്സിന്റെ ടേപ്പ് റെക്കോർഡറുകൾ വിപണി കീഴടക്കി. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് വിപണിയിൽ ഫിലിപ്സ് ഒരു വൻ മരമായി വളർന്നു. എന്നാൽ 90കളുടെ അവസാനം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആഗോളവൽക്കരണം വന്നതോടെ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ എളുപ്പമായി. കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും പുതിയ കമ്പനികൾ എത്തി. LG എന്നും സാംസങ് എന്നും സോണി എന്നും പേരുള്ള ആ കമ്പനികൾ വളരെ വേഗം ഇന്ത്യൻ വിപണി പിടിച്ചടക്കി. അവർ കുറഞ്ഞ വിലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നൽകി. ഫിലിപ്സ് അതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ മത്സരമാണ് നേരിട്ടത്. ഫിലിപ്സിന്റെ ടിവികൾക്ക് വിപണിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടു തുടങ്ങി. ആളുകൾ പുതിയ ബ്രാൻഡുകളുടെ പിന്നാലെ പോയി. ഫിലിപ്സ് പഴയൊരു കമ്പനിയാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടായി. ലാഭം കുറഞ്ഞു. കമ്പനി വലിയ പ്രതിസന്ധിയിലായി. ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. പല പഴയ കമ്പനികളും ഇത്തരം സാഹചര്യങ്ങളിൽ തകർന്നു പോയിട്ടുണ്ട്. നോക്കിയ ഫോണുകൾക്കും കൊഡാക് ക്യാമറകൾക്കും സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഫിലിപ്സിനും അത് സംഭവിക്കുമായിരുന്നു. എന്നാൽ ഫിലിപ്സിന്റെ തലപ്പത്തുള്ളവർ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തു. അവർക്ക് മനസ്സിലായി ടി വി വിപണിയിലും ഓഡിയോ വിപണിയിലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന്. അവിടെ മത്സരം വളരെ കൂടുതലാണ്, ലാഭം വളരെ കുറവാണ്. അതിനാൽ അവർ കടുത്ത ഒരു തീരുമാനമെടുത്തു. ഏത് ഉൽപ്പന്നങ്ങളിലൂടെയാണോ ജനങ്ങൾ ഫിലിപ്സിനെ അറിഞ്ഞത്, ആ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് നിർത്താൻ അവർ തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ടി വി നിർമ്മാണം നിർത്തുകയോ? അതെ, അവർ അത് ചെയ്തു. ഫിലിപ്സ് അവരുടെ ടി വി ബിസിനസ്സും ഓഡിയോ ബിസിനസ്സും മറ്റ് കമ്പനികൾക്ക് വിറ്റു. ഇന്ന് നമ്മൾ കടകളിൽ കാണുന്ന ഫിലിപ്സ് ടിവികൾ യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് ഫിലിപ്സ് എന്ന ഡച്ച് കമ്പനിയല്ല. അത് വേറെ കമ്പനികളാണ് ഫിലിപ്സിന്റെ പേര് ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ഫിലിപ്സ് കമ്പനി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വിപണിയിൽ നിന്ന് പിന്മാറി. അത് വലിയൊരു റിസ്ക് ആയിരുന്നു. വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത പേര് കളയുന്നതിന് തുല്യമായിരുന്നു അത്. എന്നാൽ അവർക്ക് വ്യക്തമായ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവർ തീരുമാനിച്ചു ഇനി മുതൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കാമെന്ന്. അങ്ങനെ ഫിലിപ്സ് ഒരു ഹെൽത്ത് ടെക്നോളജി കമ്പനിയായി മാറി. എന്താണ് ഈ ഹെൽത്ത് ടെക്നോളജി? ആശുപത്രികളിലും വീടുകളിലും ആരോഗ്യത്തിന് ഉപകരിക്കുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുക എന്നതാണിത്. ഇലക്ട്രോണിക്സ് വിപണി വിട്ട ഫിലിപ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് 2 പ്രധാന മേഖലകളിലാണ്. ഒന്ന്, ആശുപത്രികൾക്ക് വേണ്ടിയുള്ള വലിയ ഉപകരണങ്ങൾ. 2, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വ്യക്തിഗത ആരോഗ്യ ഉപകരണങ്ങൾ. ആശുപത്രി മേഖലയിൽ ഫിലിപ്സ് വലിയൊരു ശക്തിയായി മാറി. ആശുപത്രിയിൽ പോകുമ്പോൾ MRI സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ എടുക്കാറുണ്ട്. ആ വലിയ യന്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ ഫിലിപ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഹൃദ്രോഗം കണ്ടെത്താനുള്ള കാത്ത് ലാബുകൾ, എക്സ്റേ മെഷീനുകൾ, അൾട്രാസൗണ്ട് സ്കാനറുകൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്നതിൽ ഫിലിപ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയായി മാറി. ഇന്ത്യയിലെ ഒട്ടുമിക്ക വലിയ ആശുപത്രികളും ഇന്ന് ഫിലിപ്സിന്റെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതവർക്ക് വലിയ ലാഭം നൽകുന്ന ബിസിനസ്സായി മാറി. ടി വി വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭം ഇത്തരം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ചു. ഇനി രണ്ടാമത്തെ മേഖലയെക്കുറിച്ച് പറയാം. ഇതിനെ അവർ പേഴ്സണൽ ഹെൽത്ത് എന്നാണ് വിളിക്കുന്നത്. പണ്ട് ഫിലിപ്സ് എന്നാൽ ടി വി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഫിലിപ്സ് എന്നാൽ ട്രിമ്മറുകളും എയർ ഫ്രയറുകളുമാണ്. യുവാക്കൾക്കിടയിൽ ഫിലിപ്സിന്റെ ട്രിമ്മറുകൾക്ക് വലിയ പ്രചാരമുണ്ട്. താടി പഠിക്കാനും മുടി വെട്ടാനും ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഷേവറുകൾ ഇന്ന് എല്ലാ വീടുകളിലുമുണ്ട്. അതുപോലെ തന്നെയാണ് അടുക്കളയിലെ മാറ്റങ്ങളും. എണ്ണയില്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന എയർ ഫ്രയറുകൾ ഫിലിപ്സ് വിപണിയിലെത്തിച്ചു. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന പുതിയ തലമുറ ഇത്തരം ഉൽപ്പന്നങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു.
ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ, മുടി ഉണക്കാനുള്ള ഹെയർ ഡ്രയറുകൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ വരുന്നു. ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ ഫിലിപ്സ് ഇന്ന് ഇന്ത്യയിൽ ഒന്നാമതാണ്. ഈ മാറ്റം വെറുതെ സംഭവിച്ചതല്ല, ഇതിനു പിന്നിൽ വലിയൊരു ആസൂത്രണമുണ്ടായിരുന്നു. ഇന്ത്യയിൽ അവർ നടത്തിയ വലിയ നിക്ഷേപങ്ങളാണ് ഈ തിരിച്ചുവരവിന് കാരണമായത്. വെറുതെ സാധനങ്ങൾ വിൽക്കുക മാത്രമല്ല അവർ ചെയ്തത്, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായി പൂനെയിലെ ചകാൻ എന്ന സ്ഥലത്ത് അവർ വലിയൊരു ഫാക്ടറി തുടങ്ങി. ഇവിടെയാണ് അവർ ആശുപത്രികൾക്ക് വേണ്ടിയുള്ള വലിയ എക്സ്റേ മെഷീനുകളും മറ്റും നിർമ്മിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിൽക്കുന്നത്, ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യക്കും അഭിമാനകരമായ കാര്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് മുൻപേ തന്നെ ഫിലിപ്സ് അത് നടപ്പിലാക്കിയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ബാംഗ്ലൂരുവിലെ ഫിലിപ്സ് ഇന്നൊവേഷൻ ക്യാമ്പസ്. ഇതൊരു വലിയ ഗവേഷണ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയുമുള്ള ഫിലിപ്സ് മെഷീനുകൾ പ്രവർത്തിക്കാനുള്ള സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ ഇരിക്കുന്ന ഫിലിപ്സിന്റെ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ബാംഗ്ലൂരുവിലെ ഒരു മലയാളി എഞ്ചിനീയർ എഴുതിയ കോഡ് ഉപയോഗിച്ചായിരിക്കും. അത്രയേറെ പ്രാധാന്യം ഫിലിപ്സ് ഇന്ത്യക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും അവർ ശ്രദ്ധിക്കുന്നു. ഈ തിരിച്ചുവരവിൽ ഫിലിപ്സ് നേരിട്ട വെല്ലുവിളികൾ ചെറുതല്ല. ടി.വി. ബിസിനസ് വിറ്റപ്പോൾ ജീവനക്കാർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കമ്പനി പൂട്ടുമോ എന്ന് അവർ ഭയന്നു. എന്നാൽ മാനേജ്മെന്റ് ജീവനക്കാർക്ക് ധൈര്യം നൽകി. നമ്മൾ മാറുകയാണ്, വളരുകയാണെന്ന് അവർ ബോധ്യപ്പെടുത്തി. ഡാനിയൽ മസോൺ എന്നൊരു വ്യക്തി ഫിലിപ്സ് ഇന്ത്യയുടെ തലവനായിരുന്ന സമയത്ത് അദ്ദേഹം ഈ മാറ്റങ്ങൾക്ക് വലിയ വേഗത നൽകി. അദ്ദേഹം ആശുപത്രികളിൽ നേരിട്ട് പോയി ഡോക്ടർമാരോട് സംസാരിച്ചു. എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ രോഗങ്ങൾ കണ്ടെത്താനുള്ള യന്ത്രങ്ങൾ അവർ വികസിപ്പിച്ചത്. ഗ്രാമങ്ങളിലുള്ള ആശുപത്രികൾക്ക് പോലും വാങ്ങാൻ കഴിയുന്ന രീതിയിൽ അവർ ഉപകരണങ്ങൾ നിർമ്മിച്ചു. ഇന്ന് ഫിലിപ്സ് ഇന്ത്യയുടെ കണക്കുകൾ നോക്കിയാൽ അവരുടെ വിജയം മനസ്സിലാകും. കോവിഡ് കാലത്ത് പോലും അവർ മികച്ച പ്രകടനം നടത്തി. ആരോഗ്യത്തിന് ആളുകൾ കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ ഫിലിപ്സിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറി. ആശുപത്രികൾക്ക് കൂടുതൽ വെന്റിലേറ്ററുകളും മോണിറ്ററുകളും ആവശ്യമായി വന്നു. അതെല്ലാം നൽകാൻ ഫിലിപ്സിന് കഴിഞ്ഞു. വീടുകളിൽ ഇരുന്ന ആളുകൾ പാചക പരീക്ഷണങ്ങൾക്കും സൗന്ദര്യ സംരക്ഷണത്തിനും ഫിലിപ്സിന്റെ ഉപകരണങ്ങൾ വാങ്ങി. അങ്ങനെ രണ്ട് വഴികളിലൂടെയും അവർക്ക് വരുമാനം ലഭിച്ചു. പഴയ ഇലക്ട്രോണിക്സ് കമ്പനി എന്ന ലേബൽ മാറ്റി ഒരു ഹെൽത്ത് ടെക് കമ്പനി എന്ന പുതിയ പേര് അവർ നേടിയെടുത്തു. ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരു വലിയ പാഠമുണ്ട്. കാലം മാറുമ്പോൾ നമ്മളും മാറണം എന്ന പാഠം. പഴയ പ്രതാപം പറഞ്ഞ് ഇരുന്നാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫിലിപ്സ് തങ്ങളുടെ ഏറ്റവും പ്രശസ്തമായ ടി.വി. ബിസിനസ് ഉപേക്ഷിക്കാൻ കാണിച്ച ധൈര്യമാണ് അവരുടെ വിജയത്തിന് കാരണം. ആവശ്യമില്ലാത്ത ഭാരം ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിഞ്ഞു. ഇന്ന് ആപ്പിളും ഗൂഗിളും പോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഫിലിപ്സ് ഒരു വമ്പൻ പേരാണ്. ഇന്ത്യൻ വിപണിയെ ഫിലിപ്സ് കണ്ട രീതിയും വളരെ പ്രധാനമാണ്. ഇന്ത്യയെ വെറും ഒരു കച്ചവട സ്ഥലമായിട്ടല്ല അവർ കണ്ടത്, മറിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള സ്ഥലമായിട്ടാണ് അവർ ഇന്ത്യയെ മാറ്റിയത്. ഇന്ത്യയിലെ ബുദ്ധിയുള്ള എഞ്ചിനീയർമാരെ അവർ ഉപയോഗപ്പെടുത്തി. ഇന്ത്യയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടു. ഉദാഹരണത്തിന് കറണ്ട് പോയാലും പ്രവർത്തിക്കുന്ന സ്കാനിംഗ് മെഷീനുകൾ അവർ ഉണ്ടാക്കി. ഇത് ഗ്രാമങ്ങളിലെ ആശുപത്രികൾക്ക് വലിയ അനുഗ്രഹമായി. ഇന്ന് ഫിലിപ്സ് ഇന്ത്യയിൽ വളരെ ശക്തമായ നിലയിലാണ്. ലാഭം ഓരോ വർഷവും കൂടുന്നു. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അവർ വിപണിയിൽ ഇറക്കുന്നു. അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള പമ്പുകളും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നോക്കുന്ന ഉപകരണങ്ങളും അവർ വിൽക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ കൂടെയുള്ള ഒരു ബ്രാൻഡായി ഫിലിപ്സ് മാറി. പഴയ ഫിലിപ്സ് റേഡിയോ പാട്ട് പാടിയിരുന്ന ഒരു പെട്ടി മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഫിലിപ്സ് ഉപകരണങ്ങൾ ജീവൻ രക്ഷിക്കുന്നവയാണ്. ഈ മാറ്റം വളരെ വലുതാണ്. വെറും വിനോദത്തിൽ നിന്നും ആരോഗ്യത്തിലേക്കുള്ള മാറ്റം. അതൊരു കമ്പനിയുടെ മാത്രം വിജയമല്ല, മറിച്ച് കൃത്യമായ സമയത്തെടുത്ത ശരിയായ തീരുമാനത്തിന്റെ വിജയമാണ്. നമ്മൾ പലപ്പോഴും ബിസിനസ് പരാജയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ഫിലിപ്സിന്റെ തിരിച്ചുവരവ് വിജയത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. എങ്ങനെയാണ് ഒരു പഴയ ബ്രാൻഡിനെ പുതിയ കാലത്തിനനുസരിച്ച് പുതുക്കി പണിയാമെന്ന് അവർ കാണിച്ചു തന്നു. 1930 തുടങ്ങിയ ആ യാത്ര 2026 തടസ്സമില്ലാതെ തുടരുന്നു എന്നത് ചെറിയ കാര്യമല്ല. 100 വർഷത്തോടടുക്കുമ്പോഴും ഒരു ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കോടെ ഫിലിപ്സ് ഓടുകയാണ്. ഇനിയും ഫിലിപ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പുതിയ ചികിത്സാ രീതികൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ഡോക്ടർമാർക്ക് രോഗം എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അവർ നിർമ്മിക്കുന്നു. ഭാവിയിൽ ആശുപത്രികളിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് രോഗം കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഫിലിപ്സ് കൊണ്ടുവന്നേക്കാം. അപ്പോഴും ഓർക്കുക, ഇതൊരു ബൾബ് കമ്പനിയിൽ നിന്നും തുടങ്ങിയ യാത്രയായിരുന്നു എന്ന്. ഫിലിപ്സ് എന്ന പേര് ഇനിയും ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ പഴയ രൂപത്തിലല്ല, പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും എന്ന് മാത്രം. ഇത്രയും നേരം ഫിലിപ്സിന്റെ ഈ തിരിച്ചുവരവിന്റെ കഥ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.